ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 8 വിശുദ്ധ ഡൊമിനിക്കിന്റെ തിരുനാൾ. സ്പെയിനിൽ കാസ്റ്റീൽ എന്ന പ്രദേശത്ത് ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഡൊമിനിക്, ഡോമിംഗോ എന്ന സ്പാനിഷ് നാമത്തിന്റെ അർത്ഥം ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നാണ്. അമ്മ മകനെ ഭക്തിമുറകളും പ്രായച്ചിത്തങ്ങളും അഭ്യസിപ്പിച്ചു. അക്കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസമാണ് ഡൊമിനിക്കിന് ലഭിച്ചത്. 21-ാമത്തെ വയസ്സിൽ നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ സ്വന്തം പുസ്തകങ്ങളും കൂടി വിറ്റ് ഡൊമിനിക്ക് ദരിദ്രരെ സഹായിച്ചു. 25-ാമത്തെ വയസ്സിൽ ഓസ്മ എന്ന പ്രദേശത്തെ കാനൻസിന്റെ സുപ്പീരിയറായി. പാഷാണ്ഡികളുടെ മാനസാന്തരത്തിനു വേണ്ടി അദ്ദേഹം 3 സന്യാസ സഭകൾ സ്ഥാപിച്ചു. ചെറിയ പെൺകുട്ടികളെ പാഷാണ്ഡതയിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സ്ത്രീകൾക്കായി ഒരു സന്യാസ സഭ ആദ്യം അദ്ദേഹം തുടങ്ങി. അതിൽ ഭക്തരായ ചിലർ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവർക്കായി പ്രയർ പ്രീച്ചേഴ്സ് എന്ന പേരിൽ വേറൊരു സഭ ആരംഭിച്ചു. പിന്നീട് കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 3-മതൊരു സഭ ആരംഭിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പുതിയ സഭ ഫ്രാൻസ്, ഇറ്റലി, ഇംഗ്ലണ്ട്, സ്പെയിൻ മുതലായ രാജ്യങ്ങളിൽ വ്യാപിച്ചു. 1214 പ്രവുവിൽ ദൈവ മാതൃദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിക്കൊണ്ട് അത് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. എന്നും രാവിലെ എഴുന്നേറ്റ് രക്തം പൊടിയുന്നതുവരെ സ്വന്തം ശരീരത്തിൽ ചമ്മട്ടി കൊണ്ട് അടിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ജപമാല ഭക്തിയും എരിയുന്ന പ്രസംഗങ്ങളും ജീവിത വിശുദ്ധിയും പാഷണ്ഡികളുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചു. ക്ഷീണിതനായി 1221 ആഗസ്റ്റ് 6-ാം തീയതി ഡൊമിനിക്ക് നിര്യാതനായി. 1234 ജൂലൈ 13 അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ ഡൊമിനിക്കെ, ഞങ്ങൾക്കും തിരുസഭ മുഴുവനും വേണ്ടി ഈശോയോടും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.